ഒരു വെരി ഗുഡ് ആഫ്റ്റർനൂൺ. BA 1936 RK നാരായണൻ എഴുതിയ വിശ്വവിഖ്യാതമായ നോവലിന്റെ പേരാണ് ബാച്ചിലർ ഓഫ് ആർട്സ്. ഇതിലെ പ്രധാന കഥാപാത്രമായ സ്വാമി BA കഴിഞ്ഞ് മദ്രാസിലേക്ക് ജോലിക്ക് വേണ്ടി ചേക്കേറുമ്പോൾ അവിടെ വെച്ചാണ് ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർപ്പണബോധവും ഉണ്ടാകുന്നത്. തദൈവ എനിക്കും മുംബൈയിൽ ഞാൻ മുംബൈയിൽ ചെന്നപ്പോൾ രണ്ട് കൈയും കൂട്ടി എന്നെ സ്വീകരിച്ചത് മേരിക്കുട്ടി ചേച്ചിയും തോമാച്ചനുമാണ്. ബ്രെഡിനും ബ്രേക്ക്ഫാസ്റ്റിനും ഉപരിയായി എവർ എൻകറേജിങ് ആറ്റിറ്റ്യൂഡ് തോമാച്ചൻ്റെത് എൻ്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി. 1990കളുടെ ആദ്യത്തില് ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്പെഷ്യൽസ് കറസ്പോണ്ടന്റ്, പിന്നീട് ഹിന്ദുജ ഫൈനാൻസിൽ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ്, ഫണ്ട് മാനേജർ തുടങ്ങി 1900 അവസാനത്തോടുകൂടി പണ്ട് സാംബശിവൻ പാടിയതുപോലെ മുംബൈ നഗരം എനിക്കൊരു കൽക്കണ്ട തരിയായി. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറായി ജോലി ചെയ്യുന്നു. ടൈറ്റിൽ ഓഫ് ദ സ്പീച്ച് വാസ് ഐ ആം BA. പിന്നെ ടൈറ്റിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ 1996 ഒരു പെണ്ണ് കാണിച്ച ഫ്ലിൻസിയെ കാണാൻ പോയിരുന്നു. ഫ്ലിൻസിയുടെ ആങ്ങള ചോദിച്ചു, വിദ്യാഭ്യാസം എന്ത്? ഞാൻ പറഞ്ഞു ഐ ആം BA. അവര് കേട്ടതോ MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ മധുരം നുകർന്നു തരുവാൻ വേണ്ടി ഫ്ലിൻസി എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇന്ന് കൃത്യമായ ജീവിത വീക്ഷണങ്ങളും ലക്ഷ്യവുമുള്ള രണ്ട് ആൺകുട്ടികൾ ഞങ്ങൾക്ക്. ഒന്ന് 23, രണ്ടാമന് 17. ഒരു സ്പീച്ചൊക്കെ അവസാനിക്കുന്നതിന് മുമ്പായി ഒരു ലക്ഷ്യമൊക്കെ വേണമല്ലോ അടുത്തത് മുന്നോട്ട് എന്തെന്ന്. 2022 മുംബൈ മാരത്തോൺ ഒന്ന് പിടിക്കണമെന്നാണ് ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. താങ്ക് യു. അപ്പിയറൻസിന് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നവംബർ മാസം കഴിയാതെ സുന്ദരനാകാൻ പ്ലാൻ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അതും ഓക്കെ. ഓവറോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നെഗറ്റീവായിട്ട് ഒന്നും പറയാൻ ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു ഇന്റർവെൻഷൻ. നമ്മൾ കണ്ടന്റിലേക്ക് പോയി ഡിസ്കസ് ചെയ്താൽ ഈ ഇവാലുവേഷൻ എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. നമുക്ക് ഒത്തിരി പേരെ കവർ ചെയ്യണമല്ലോ. ഓക്കെ, കണ്ടന്റ് ദേവിക്ക് ഇപ്പം പറഞ്ഞു, അതുകൊണ്ട് കണ്ടന്റ് നമ്മൾ അങ്ങ് ജസ്റ്റ് കീപ്പ് അവേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകാം. സിൻസ് നമ്മൾ എല്ലാവരും പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, അടുത്ത ജിജിയുടെ വീട്ടിൽ എല്ലാവരും പറയുന്നുണ്ടോ? പറയാനുണ്ടോ? Okay, then let us go to Sebin, Jubin. Yeah, almost the same thing that everyone said. It was very engaging. It's covered all of the points, and I mean, we can talk about the content, but all of the points, I mean, were followed, I guess. Baby's friendly formula was quite good. He chose words and sentences വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു പേറ്റർനൈസിങ് ടോണും ഇല്ലായിരുന്നു. ഒരു പേറ്റർനൈസിങ് ടോണും ഇല്ലാതെ സംസാരിച്ചു. പിന്നെ ഒരു നെഗറ്റീവ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, അതൊരു അൺഫ്രണ്ട്ലി ഇതായിരുന്നു. ദാറ്റ് ഈസ് ഇച്ചിരി ഒരു പ്രയാസപ്പെട്ടിങ്ങെടുന്നു, അല്ലെ വാക്കുകൾ അടത്തി എടുത്ത് വിടുന്നത് പോലെ ഒരു ചെറിയ ടോൺ. ഇറ്റ് ഇസ് നോട്ട് എ വെരി സീരിയസ് തിങ്. ബട്ട് അത് ഇച്ചിരി കോൺഷ്യസ് ആകുവാണെങ്കിൽ ആ ഫ്ലോയും കൂടെ വരുവാണെങ്കിൽ നന്നായിരിക്കും. But the friendly formula was there. Engagement, that how you engage the Hello everyone, I'm Alina Roy and I'm doing my third year engineering in computer science engineering. During my 10th, I developed an interest towards computer science, which now has turned into my career. I like to learn and explore the way how the hardwares are given life through the software. I love to be around children
and to take care of them and to play with them. I find it very interesting. Recently, I explored that I like to teach, and it is very satisfying that I can use my knowledge to help others in their life. Due to COVID-19 and my mother's health issues, I have developed an interest towards cooking, which now has become a daily routine. I am a very talkative person, which some find interesting while the others find irritating. I have a lot of anger issues, which I'm trying to overcome through many ways. Then, I like to listen to different genres of music and movies. My sisters recently introduced me to Korean band, which I find very fascinating. I love to play chess and to spend my time in doing that with my sisters. Thank you. എനർജറ്റിക് ആയിട്ട് പറയാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. പിന്നെ സ്മൈല് ജോജോ പറഞ്ഞ പോലെ എപ്പോഴും സ്മൈലായിട്ടുള്ള ആളാണ്, പക്ഷെ ഇത് പറഞ്ഞപ്പോ കുറച്ച് സ്മൈല് കുറഞ്ഞു പോയോന്നുണ്ട് ഫ്രണ്ടില് ഫോമുല. പിന്നെ പേട്രണൈസിങ്ങിന്റെ ഭാഗം പറയുകയാണെങ്കിൽ കുറച്ച് ഐകളൊക്കെ യൂസ് ചെയ്തു. അത് പേട്രണൈസിങ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഐ ലൈക്ക് ഐ എന്നുള്ളത് കുറച്ചുകൂടെ പാസീവ് വോയിസിലേക്കാക്കി പറയാമായിരുന്നു എന്ന് തോന്നി. അപ്പൊ പേട്രണൈസിങ് ആണെന്ന് തോന്നത്തില്ല. അത്രേ ഉള്ളൂ. ഓവറോൾ നല്ലതായിരുന്നു. ഓവറോൾ കണ്ടന്റ് ഒക്കെ നല്ലതായിരുന്നു. ഡൗട്ട് ആയിരുന്നു പറയാൻ ഡൗട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ nothing else. So overall it was good. Thank you. She said that she's talkative, but I didn't feel it in the speech. The speech was good, simple, and it followed the friendly formula, especially the friendly formula of speaking. The speaking was very friendly. Okay. Content wise, we came to know you better, your interest, your hobby, your studies, all you put in a nutshell. Then look good, hair ellam you are done, you dressed up for the occasion, and you had a smiling presentation. Then I come to the corrections which are required is not much of actions was here. You could have had some gestures where you could have made us more comfortable and friendly. Then coming to the content, I told you, looking good. Okay, improvement. The language was so smooth; it was flowing very fluently, and you did not use a note. So overall, an excellent performance. Thank you. Keep it up. Because we aren't going content wise, I don't think we just have to think. We are just asking about the friendly formula. So yeah, I think all of them were mentioned. All of them were went smoothly with how she presented it to the audience. Yeah. Okay. Next is the speech was very good, well prepared. She chose words that were very, very friendly. She had a very smile from beginning till the end. She looked very pleasant and to be happy with us. It was not at all patronizing. The speech was very informative, and the content wise, it was very well prepared. And as we said, we have come to know more of you, and we have become more close to you now. Knowledge makes people come closer. Now, on the improvement side, it lacked little energy. That energy could be brought by little more practice and bit more conscious. And that is something will come naturally when you give more and more speeches. Just be conscious how I can be a little more lively. Overall, it was an excellent speech. He has risen up to the challenge. Okay. Thanks, Vaibhavan. I was going to just say that I learned a lot about you in a very short space of time. That's normally quite difficult to do. Within 2 minutes, I knew about your background, your interests, your hobbies, everything. I thought that was really impressive. The way you delivered it wasn't fast-paced. I thought it flowed pretty well. The other thing I thought was there was a likability factor when someone is quite honest about themselves. Like you spoke about your anger management. I thought that made us like you even more because when people are honest, you quite like feel like you can have something in common with them. So I really like that. The only development point was what I'd say is that there were lots of ideas. So for it to flow from one to the next, it would be nice if you had some joining words to connect how your one point connected to the next. That's it.
So well done. Can I start? Yeah, start. Okay. Hi, good morning, everyone. My name is Jojo and Jose. And Jojo is actually originated from Africa, Central Africa, when I researched. And Jose is my father's name. And people call it, for my second name or family name. Different part of the world, people pronounce it differently, my family name. Some people call Jose, some people call Jose, some people call Jos. And I love to call Jose. And, this name has an interesting part. This my grandmother gave me, Jojo. So when I researched it, my grandmother has given me this beautiful name. Whenever I go across the world, people call me very easily. So I'm very proud of my grandmother, still there. And secondly, I come from, Thrissur is a cultural capital of Kerala. And I'm very proud of the city where I come from. And, we try to include every culture. This year I moved to the UK, and now I'm in Blackpool. My motto of this year is to meet different people from different background and make a larger community in Blackpool as well as in UK. So for that, I wish to travel across if I get time. And secondly, I love to meet people and engage with them. Maybe having a cup of tea or having a different cuisine. This is what I would like to do this year. And finally, I'm married and have a wonderful 2 kids. And my wife, she's also from my hometown, and she would also be moving with me. So we love together as a family, meet people and engage in a different community. Thank you. I thought that speech was really well done. I thought the friendly was nice. It was really good eye contact. I thought you had a lot of gestures, so it felt like you were really engaged with the audience. There was a lot of content on the name itself. The only development point I'd say was that I didn't learn anything new about you from the speech. There were things that I already knew about you, but I guess the content is not that relevant for this one, so it doesn't matter. Okay, let us go. എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നും പിന്നെ സ്വന്തം ജന്മസ്ഥലത്തെ കുറിച്ചും ഒക്കെ നന്നായിട്ട് പറഞ്ഞു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കേട്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓവറോൾ നല്ലതായിരുന്നു. പിന്നെ നിഷ പറഞ്ഞതുപോലെ പുതിയതായിട്ട് ജോജോയുടെ മറ്റുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് കണ്ടന്റ് ഇനി ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് പെട്രണൈസിങ് ഇല്ലായിരുന്നു. ഫോർമുല, ഫ്രണ്ട്ലി ഫോർമുല എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇറ്റ് ഹാഡ് എന്താ ഫ്രണ്ട്ലി ഫോമിൽ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടന്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ചേട്ടന്റെ സ്പീച്ച് നല്ലായിരുന്നു. ചേട്ടന്റെ പേരിനെ പറ്റി ഞങ്ങൾ കുറെ പഠിക്കാൻ പറ്റി. പിന്നെ ഫ്രണ്ട്ലി ഫോമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഓക്കെ, പാല ജോർജ് കാണുന്നില്ല. ബേബി ഞങ്ങറ മുങ്ങറ ഓസ്ട്രേലിയൻ ആദിവാസി ഭാഷയിൽ ഹൗ ആർ യു? അതിന്റെ ആൻസർ മുങ്ങറ ഞങ്ങറ. ജോജോ എന്നെ പഠിപ്പിച്ചത്. നോ മോർ ജോജോ മോജോ ബിസിനസ്, ഇറ്റ് ഈസ് ജോസി അല്ലേ ഇനി മുതല്? ജോസെ. ഓക്കെ, കമ്മിങ് ടു ദ സ്പീച്ച്. എനിക്ക് തോന്നുന്നു ഹീസ് ആൻ എക്സ്പെർട്ട്. ഹി ഹാഡ് ഓൾ ദ ഫ്രണ്ട്ലി ഫോർമുലാസ് ഇൻ പ്ലേസ്. ലുക്ക് ഗുഡ്, ആക്ട് ഗുഡ്, സ്പീക്ക് ഗുഡ്. അതെല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പെർഫെക്റ്റ് സ്പീച്ച് ആയിരുന്നു. As far as the content is concerned, they say failing to prepare is preparing to fail. From your caliber, you could have expected a much more better content. Thank you.
It has been a very good speech. Right. Though it was not prepared, it had that genuineness. I mean, that spontaneity. Sometimes speech can be sound very friendly if it is spontaneous. It had that aspect, being spontaneous as if he is talking to you. That is actually very high level of communication. We are very high level. So that way it was very genuine. And I think you have got a very good, idea. You can learn something from you. And on applying of the friendly formula, I felt that friendly formula was applied, but it was all on a little lower level. It lacked a little energy, in my opinion. And there are some repetition of words. That is also a problem when you speak on the spot. That is, I am proud, I am proud. So many times you said it. Okay, by saying itself is you are proud. So that, in my opinion, is an unfriendly word. Okay, once you can say it, saying it again is not, it's not irritating. Okay, it is all right actually. What we want is to achieve higher levels, going for challenge, and that it is not bad. It was a very good speech, and you have shown that even you are actually a spontaneous speaker. Tina Roy. I'm studying in class standard 9th. I like to do programming and would love to explore the world of computers. Cat is my favorite pet and have one at my home. I like to watch different genres of movies. I know to play euphonium and is a part of my school band. I'm missing it since a long time due to COVID. I love to listen music and my favorite musicians are A.R. Rahman, Justin Bieber. My favorite music bands are One Direction and by BTS. I like to visit Korea, and as it is a very beautiful place and have an amazing weather. My favorite sport is basketball, and thank you. Learned a lot about you in a very short space of time. I'm very quickly learning that a lot of people in our family seem to love K-pop and Korean things, just like Chanjal. I don't know if you're familiar. She's obsessed with it. I thought the formula was quite friendly. The only development point I'd say is that it felt, I think you were reading it from something, I'm not sure. Did you have it on a screen in front of you? So it just felt like maybe you were switching between the screen and the video at the same time. But yeah, nice speech. It was interesting. Learn a lot about you. Yeah, Jose? Yeah, just very interesting. She presented herself well. But as Nisha said as well, a little bit of frightened. That may be first time. So she can overcome that. It's overall very good. Okay, now I'll give my comments. It was a very good speech. She applied the friendly formula. She looked friendly, but looked friendly, sounded friendly. She gave a lot of good information about her and made herself likable to us, which we said was an important point. The sentences were very, very short. If you could combine, but then high school children give speeches like that. So in the next speech, he can combine these short sentences into big sentences and make it easy for us to listen. Since we are a family, but I hope this introduction is able to paint a better picture about myself. So here goes nothing. My name is Sebastian B, and everyone calls me Seven. My dad's name is B. Sebastian. And if you think that's a little odd, you know our surnames. My mom, Anna, is a banker, and she works at State Bank of India, Aurangabad. My dad is a financial analyst, and I have a younger brother, Joseph, aka Jubin, who's studying in 12th, and he aspires to be an engineer. So right now, I just turned 23 last week, and I work as a design engineer at a company called Select Controls. What I basically do there is I develop meters which are capable of measuring wattage, energy, power factor, and other such funny electronic terms, which I won't really go into depth over here. But before this, prior to working, I completed my bachelor's in electronics from Mumbai University. Other than that, some of the hobbies that I have and that I love to pursue when I'm not working are table tennis, swimming, and athletics. Obviously, Corona has put a damper on a lot of the outdoor activities.
However, I've developed an interest in reading, and I'm currently reading a book called The Last Mughal by William Dalrymple. That's me. Thank you. Like, that's the main thing I noticed, a lot of energy in his speech. Okay. The rest of it is all positive. I mean, everything about him, extremely small amount of time, but yeah, lots of energy. Okay, some comments. The speech was very good. He gave a lot of energy, as he suggested. That itself is very good, because when you are energizing, you are energized. You also can energize the audience. You are communicating in a way that in your company, I feel very, very lively. You know, that was a very positive point about him. Point about the speech. Now, friendly formula you applied, but there was in every area there was that energy was a very good point actually, which should be part of the friendly formula. That was something new that Sebin has brought. But other things you could have more smiling. Everything was there, but all aspects you could have a little more there. But that energy that you brought in is actually something great. Something great. That was a very important point, that you naturally it has come to you. That was very, very natural. That overtook everything. And your speech also was prepared quite well. Within a short time, you covered everything. It was again a very excellent speech. But Quickly, hello everyone. My name is Nisha Thomas. So Nisha is a very common name in India, so people tend to remember it when you say the name. But unfortunately, it's not a common name here at all. So ഒരു rhyme ഞാൻ എല്ലാവരോടും പറയുന്നത് is, my name is Nish, it rhymes with fish. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എൻ്റെ പേര് ഓർത്തിരിക്കും. പക്ഷെ the problem is sometimes they mix up Nish and fish, and ചിലർ എന്നെ fish എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. So that's how I introduce myself. ഇപ്പം ഞാൻ നിർത്തി because I just focus on the word. I don't want people calling me fish. In terms of my interests, I am really into sports. I wasn't as a kid, but university I developed an interest in running, cycling. And in terms of my career, I'm working as an economist. ആദ്യം എനിക്ക് മാത്സിലായിരുന്നു ഇൻട്രസ്റ്റ്, 2 വർഷം കഴിഞ്ഞപ്പോൾ എക്കണോമിക്സിലായി, ഇപ്പൊ എനിക്ക് ഫൈനാൻസിലാണ്. അടുത്തത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. But looking forward to the journey. And the only thing is, getting my inspiration from Bepap and the goal and my next goal is to complete my PhD in economics. 6 വർഷം എടുക്കും, fingers crossed. But also next year hopefully ഒരു triathlon ചെയ്യണം ആഗ്രഹമുണ്ട്. നീന്താൻ അറിയത്തില്ല, but ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ ആ ഗോൾ ഒന്ന് അച്ചീവ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്. That's it for me. Thank you. Friendly formulas were all there. You are a good speaker. പിന്നെ fresh fish ആണെങ്കിൽ മത്തി കേട്ടോ. Aims ഉണ്ട്. Looked good. You are dressed for the occasion. ഏറ്റു വന്നെന്ന് പറഞ്ഞാലും നല്ല മുടിയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. You are looking. We are very happy to see you like that. Then actions ഉണ്ടായിരുന്നു, gestures ഉണ്ടായിരുന്നു. Gestures were very friendly and you sounded natural. Though, as Churchill had said, all my extempo speeches were prepared for 2 weeks. Similarly, everything you are already prepared. So it sounded to me like a good prepared speech. As far as the content goes, you could have made us more comfortable in knowing you far better. And the speech was too short. It was only around 1 minute 25 seconds, whereas you had a time for 3 minutes. Thank you. Spot പോലെ ഇല്ലായിരുന്നു, prepared speech ആയി തോന്നുള്ളൂ. And you use friendly formula very well. കുറെ gestures ചെയ്ത് full time smiling ചെയ്യുന്നുണ്ടായിരുന്നു. And that's it. Thank you. okay, gave a very good speech. The speech was very spontaneous. Being spontaneous has got this advantage of extra friendly, being extra friendly, because it is spontaneously, and it is like talking to each other, talking to friendly talk. That is something that's friendly for me. Yeah, you could have smiled a little. Everything else was okay. Content wise also was good.
You could have brought in maybe a little more energy, but that comes naturally. Otherwise, again, one more. BSc in biotechnology, biochemistry, and genetics. I chose this field because I find our human body and our environment very fascinating, and I think that there's a lot of things that I can explore in this field. And I also watch a lot of wildlife documentaries, and I love to learn about their interactions and our diversity. And music is one of my greatest interests, and I love to listen to different genres of music. And it was in fifth that I started learning dance, and now it has become a very important part of my life. I love to learn new dance forms, and I spend most of my free time on learning dance and drawing. And I love sports, and my favorite sport is throwball. And I hope that in the future I can spend more time in developing. I hope that in the future I can spend more time in developing my interest for martial arts. I had learned Kalari for 2 years. I hope that I can continue it. Thank you. Good. Content was very good. Prep മോഡലും അതും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പതർച്ച വന്നോ എന്നൊരു സംശയം. ഇടയ്ക്ക് ഇച്ചിരി എന്താ പ്രിപ്പറേഷനിലേക്ക് ഇടയ്ക്ക് പോയോ എന്നൊരു സംശയം. അങ്ങനെ ചെറിയൊരു ലാഗ് ഉണ്ടായി. അല്ലാതെ വേറെ ഓവറോൾ വെരി ഗുഡ്. സ്മൈലിംഗ് ഉണ്ടായിരുന്നു. ഇൻട്രഡക്ഷൻ വാസ് വെരി എനർജറ്റിക് ആൻഡ് ഇടയ്ക്ക് ഇച്ചിരി എനർജറ്റിക് പോയി എന്ന് തോന്നുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. Overall, it was very good. Okay. Overarching comment is that Gigi Roy family ellarkum kore interest ulla oru family aanu thonnu. Marina's speech was again I learned a lot from you as well. And the favorite thing about the speech was the passion. Aatham parnja section you could really tell that you are interested in biodiversity and you do all these things to develop that. I really like that. Friendly formula apply cheyidu, eye contact undarnu, gestures undarnu. The only development point for me would be the ichirengude energy display cheyarnu. Sebin cheyda pole. I thought Sebin's speech was just in your face, you have to listen to delivery. Adupole ichirena cheyan pattuarnu, I thought. It was again a very good speech. Now we can see that Sebin has set a standard about the energy. So that is something we can learn and try to bring, but we don't have to be worried about it. It is something that will come naturally. In her part, she had that energy in the beginning, but she lost it afterwards. She applied a friendly formula all throughout, and it was a prepared speech and it was written down somewhere. So that little bit worry about that continuity is there. That created that idea of lag. So that also affected your friendly formula. Then you are worried, you are suddenly focused on that. So that preparedness, give a short speech, preparedness, because this is a practicing stage now. So we will prepare a long speech. So it should make short and apply this formula. Otherwise, again, one more very good speech from our group. Okay, now let us have from Flynn. Not a good speaker, I'll attempt. Okay. I'm Anna. People fondly call me Flincy. I'm the third of the 5 children born to parents Joseph and Anama. I did my schooling from Mumbai. I'm a science graduate. I attended college at SIES Mumbai. On the work front, I worked briefly for Indian Customs. Later on, I joined State Bank of India. I've served in the organization for nearly 27 years. I've handled various portfolios like cash officer, forex in charge, then branch head. At present, I am catering to the HR needs of nearly 102 branches, officers and staff members. I'm posted as an HR manager. Well, it's nearly 24 years that Chenat family has welcomed me. My husband is Mr. Baby Sebastian. He's an investment banker. I'm proud mother of 2 sons,
Sebastian and Joseph. Sebastian is an electronic engineer and is presently working as a design engineer with Select Controls. And my youngest son, Joseph E., who is aspiring to be a computer engineer. That's all. Thank you very much. She got her confidence at the end of the speech. She got a lot of confidence while speaking. Other than that, the speech was very well structured. And I think that if she's able to give more speeches like this, she will eventually get over her fear of public speaking. Yeah, okay. Okay, I'll give my comments. Finzi gave a very good speech. It was very spontaneous, and she showed that she has a potential to be a good speaker. She applied the Friendly formula to some extent, but to me it appears she is little nervous. That is all right, because she was giving the speech first time and she was not informed of this. She just happened to come. So overall, she covered a lot of aspects of her life, which is very good. And overall, it applied. She has a lot of room for improvement for the Friendly formula, but she will do that, I'm sure. Next speech, she'll do all that. Okay. You are doing good. My name is Joseph. Yeah, I born in Kerala and I grew up here in Bangalore. I am graduated from my 10th this March, and now I am doing my 11th here in St. Francis. I like like to play more. So, of course, I play more sports. I play rugby and football, and lately I've started going for rugby coaching. I'm looking forward to play for represent my state and play next year. Then, inspired by Nishisechi, now I started to go for cycle rallies. My ambition is to become a mechanical engineer. I like more cars, and I like to learn more about cars. Then, unlike my sister, I don't like software. I like hardware. I learn about hardware from my uncle. I go sit with him and learn how to assemble a computer. And I like animals more. I have a pet here. I call him Abu because he has a what to say, a beard like Muslims. Then I like to play with dogs also. Then I'm blessed to have a family like you. Thank you. I'd like to congratulate Joseph for telling us in a short span of better. Okay. Thanks. Okay. Ivan, can you give the comments? Yeah. ജോസഫിന്റെ സ്പീച്ച് തുടക്കത്തിൽ ഇച്ചിരി പ്രശ്നമാണെങ്കിലും ലാഗ് ആയെങ്കിലും വെരി ബ്യൂട്ടിഫുൾ സ്മൈൽ. ഓഡിയൻസിനെ ആ സ്മൈല് കൊണ്ടും ആ ഒരു എക്സ്പ്രഷനും കൊണ്ടും ശരീരഭാഷ കൊണ്ടും അവസാനം വരെ നമ്മള് പിടിച്ചിരുത്തി കളഞ്ഞു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ്സും ഇതെല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചെയ്തു വന്ന തുടക്കത്തിൽ ഇച്ചിരി ഇത് വന്നെങ്കിലും അത് മാനേജ് ചെയ്തു പ്ലസ് പോയിന്റ് കൊണ്ട്. അതൊന്ന് ഡെവലപ്പ് പോയിന്റ് ആയിട്ട് അത് ഇംപ്രൂവ് ചെയ്താൽ മതി. പിന്നെ ഫോർമുല എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്. റഗ്ബിയെ പറ്റി ഞാൻ പിന്നെ അടുത്ത വട്ടം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോ ഇതിൽ വരുന്നതല്ലോ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. It was a very good speech. Sabin was able to bring in some energy, and he came across as a very, very likely person. He communicated the feeling that I am happy to be with you. I love your company. And that hesitation bit, if you could get over it with preparation and practice, you can get over it. It is a minor point, but it can be easily overcome. So one thing that you can become aware is that if I don't prepare well, then I like to do some hesitation. Okay, so sentences were very short sentences. It would be nice if we can have little more long sentences. Okay. G. Roy, I am working with the Volvo as process and solution key user in the accounts department. I love to work as a solution leader. I am a solution leader. So any issues happens in accounting and programs, I analyze it and resolve the issue.
This gives me more happiness, and every day I come across different issues. So I like to, I enjoy working. Actually, I enjoy working. It's not like I doesn't feel that I do some work. I enjoy my working. Then it since I am born and brought up in a agriculture family, I like planting and naturating plants. Due to my illness and corona situation, I have a lot of time now. So I spend my spare time to develop my garden. I have planted flowering plants as well as vegetable plants. Then I would like to socialize with more people, making more friends, talking positively to friends. This is what I am developing now, only to consciously speak to people positively, and I realize now people like to my company. So I have a lot of friends in my company as well as my surrounding neighborhood. Due to after I changed the way I speak, only positively I try to speak. Then when I come to my weakness, my family only advise me. I am very restless person and getting worry about the small things, very silly things. I should work on it. That's it about me. Okay, thank you very much for the comments. Gigi's speech was a very good speech. And one important thing that touched me is the friendly formula, application of the friendly formula in a different way. That is her positive attitudes towards life. That was reflected all throughout that speech. And that also is another way of creating energy in the listeners. So some energy was there that comes out of having a positive attitude. And she said that without saying it, she said it communicated it. In fact, in my opinion, that was also a very high level of that is natural friendly formula. It is a natural friendly formula. In my opinion, comes out through different ways. So that was made endeared you to us. Improvement point. So overall, it was very good. Energy was there. It was not a high level energy as Sebin's or Joseph's, but there was energy. I could feel it. I mean, I felt that. That, in my opinion, came from that positive attitude, and that she was trying to communicate that indirectly. Now, about the language, she can improve the language quite a bit by writing down this speech and having words. Some words were wrong, mistakes were there in the grammar mistake. It's minor point. But if you want to improve it, and if you want to give speeches to your colleagues in the office and so on, you have to be a little conscious of that. But it is a minor point in this group here. Then your tone or little sharp ends are there. That also is one area you can work. Again, not a very bad point. If it may be natural, we cannot change it. But be conscious and be a little that way. We record it and listen to it. It can be a good point. Again, that's not a very important point. Overall, very good speech. So a number of you have shown that we can become spontaneous speakers on the spot. Good morning, all. I am Thomas. I am named after my maternal grandfather, who himself is named after Saint Thomas, one of the disciples of Jesus Christ. He is known to have challenged his friends when they claimed Jesus had resurrected and had visited them. His point of challenging them was that he believed we should not believe anything unless there is evidence. It may be this name that inspired me to study economics, which is an empirical science. In economics, we say we should not say anything or write anything
unless there is enough evidence. Modern economics has grown into various branches, all of which looks for evidence. Now, it is this evidence, looking for evidences has fascinated me all my life, which encouraged me to look for causes and try to relate cause and effect, and encouraged me to do a PhD and make connections for various evils in society. And that makes me a little happy and I feel I am making a contribution to the society. I am also a member of a revolutionary party called the Communist Party of India, Marxist-Leninist. When I left the seminary, I thought I should make some contribution to the society. And as an individual, I cannot make a contribution, but being part of some movement, you can do a contribution to change the society, which inspired me to join this party. This party is to overthrow the Indian government, Indian system, and bring about a new socialist system there. My connection with this party is very limited now. It is limited to making some financial contributions and also developing some ideological thinking and sharing it with others. At present, I am doing a lot of activities like running a socialist think tank on Fridays, of which Baby is also a member. That is all. My activity is limited to that. I am also interested in running and cycling. I have done twice. I have cycled from Birmingham to London. I also have cycled for 3-4 days in other places. Thank you very much for listening to me. Very good. നമ്മുടെ പ്രെപ്പ് മോഡിലാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിലെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, വളരെ സ്മൈൽ ആയിരുന്നു, ഓഡിയൻസിനെ നന്നായിട്ട് റെപ്രസെന്റ് ചെയ്ത് സ്മൈലായിട്ട് സ്മൈലിംഗ് ഫേസ് ആയിരുന്നു. പിന്നെ വോയിസ് മോഡുലേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് അല്ലായിരുന്നു, ഭയങ്കര സ്ലോ അല്ലായിരുന്നു. അപ്പൊ ആ ഒരു വോയിസ് മോഡുലേഷൻ നന്നായിട്ട് ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഈ സ്മൈലി ആദ്യം വന്ന സ്ഥലത്ത് സ്മൈലി ഉണ്ടായില്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞ സമയത്ത്. അപ്പൊ ഒരു സ്മൈലിംഗ് കൂടെ കൊടുക്കായിരുന്നു, ഒന്നും കൂടെ ഓഡിയൻസിനെ ക്യാച്ചപ്പ് ചെയ്യായിരുന്നു. പക്ഷെ എൻ്റയർ സ്പീച്ചിന്റെ അകത്ത് ഭയങ്കര സ്മൈലിംഗ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതായിരുന്നു എനിക്കൊരു ചെറിയൊരു മൈനർ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. Thomas, thank you for the speech. First of all, many of us missed wishing the audience first. Thomas was particular in wishing all of us, all the audience. Then he had approach to the speech was friendly. He came with a smiling face, so made us confident to listen to him. Then second, ഒരു പൂ പൊട്ടി വിടരുന്ന പോലെയുള്ള വാക്കുകളും സംസാരവുമായിരുന്നു. അതായത് ഒരു പയ്യെ സ്മൂത്ത് ആയിട്ട് ഒരു ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലല്ലാതെ, പിന്നെ ചോയ്സസ് ഓഫ് ദി വേർഡ്സ് കറക്റ്റ് ആയ വാക്കുകളായിരുന്നു. ടൈം ടേക്കൻ വാസ് എക്സാക്ട്ലി 3 minutes. He utilized the allotted time very well. And എനിക്ക് തോന്നുന്നത് തോമാച്ചൻ തന്നെ ഇതിന്റെ കോച്ചാണ്. അതുകൊണ്ട് അങ്ങനെ തരേണ്ടത് തന്നെ അത്യാവശ്യമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ടൊരു പോയിന്റ് വന്നത് തോമാച്ചൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുകയും പറയുകയും ചെയ്തതാണ് ജോസഫ് റോയും സെബിനിന്റെ എനർജി. Thomajan, especially a subject which is very close to your heart, when you introduce, you could have added some more energy like running, cycling. അതുപോലെ തന്നെ തോമാച്ചന്റെ പാർട്ടി പ്രവർത്തനങ്ങൾ അത് കുറച്ചുകൂടെ ഒരു എംഫസൈസ് ചെയ്ത എനർജി ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്കൊരു സ്പീച്ചിൽ ഇൻവോൾവ് ആയതിനേന്ന് തോന്നുന്നു. താങ്ക് യു. റിവ്യൂ ചെയ്യുന്ന തോമാസ്. ഗുഡ് ഈവനിങ്. 3 പേരുകളാണ് ലോകത്ത് എല്ലാവരും ഓർത്തിരിക്കുന്ന പേരുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ജീസസ് ക്രൈസ്റ്റ്, വേറൊന്ന് മുഹമ്മദ് നബി, വേറൊന്ന് ജോർജ്. ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ജോർജിന്. നമ്മുടെ നാട്ടിൽ ഈ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയായിട്ടാണ് ആൾക്കാർ കൂട്ടുന്നത്. ആ പേര് ഇൻഫാക്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്.
അത് എൻ്റെ മാതാപിതാക്കൾ തന്നതാണ്. അതിന്റെ മറ്റുള്ള മീനിങ്ങിനെ പറ്റി ഒന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എൻ്റെ ജീവിതത്തില് എന്താണ് അംബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ബി എ ലീഡർ ഇൻ വൺ സെൻസ്, നമ്മള് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് ഒരു ലീഡർ ആകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവർത്തന സ്റ്റൈലുകളിൽ ഞാൻ നോക്കുന്നത്. അതെന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ എൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആൾക്കാര് ഒക്കെ ശരിയായ ഒരു ലീഡർ ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. കാരണം നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള പല ട്രിക്കുകളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാനുഷികമായി വരുമ്പോൾ പല കാര്യങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന്. നമ്മുടെ ഒരു ജീവിത സഞ്ചാരത്തിലകത്ത് നോക്കുമ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിലൊന്നും ഞാൻ പഠിക്കുകയൊന്നുമില്ലായിരുന്നു. പക്ഷെ ചില ട്രിക്കുകൾ +2 കഴിഞ്ഞ പിന്നെ ശേഷം മാത്രമാണ് എനിക്ക് അല്പം പഠിക്കാൻ തന്നെ തോന്നിയത്. ആ പഠിത്തത്തിലൂടെ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഒരു സ്റ്റേജിൽ ഞാൻ എൻ്റെ കീഴിൽ 50,000 ടെക്നീഷ്യന്മാർ 50,000 ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് സോർട്ട് ഔട്ട് ചെയ്ത് വിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ലീഡർഷിപ്പ് ആ ലെവലിൽ തന്നെ കിട്ടിയിരുന്നു. ഇപ്പം വീണ്ടും അത് നമ്മളിപ്പം വീട്ടിലേക്ക് ചുരുങ്ങി കഴിഞ്ഞപ്പം നമ്മളത് കണക്ഷൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഡർഷിപ്പുകളെല്ലാം നമ്മൾ വിട്ടുപോകും. പക്ഷേ കുറച്ച് എലമെന്റ് ഒക്കെ അവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ കൃഷിയുമായ കാര്യത്തിലാണ് കൂടുതലായി അപ്പം അതുമായി മുന്നോട്ട് പോകുന്നു. താങ്ക് യു. ഓക്കെ, ഇപ്പം ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഇതിന് വരാതിരുന്ന ലീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നല്ലായിരുന്നു.